ഉസ്താദ്, നിന്ന് മൂത്രമൊഴിക്കണതിൻ്റെ വിധി എന്താണ്? ഇപ്പം ഇന്ന് പള്ളിയിലൊക്കെ നിന്ന് മൂത്രമൊഴിക്കാൻ സൗകര്യം ചെയ്യാറുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഇസ്ലാമിക വിധി അറിയാൻ താല്പര്യമുണ്ട്. അസ്സലാമു അലൈക്കും. നിന്ന് മൂത്രമൊഴിക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ് ഒരു സഹോദരൻ്റെ ചോദ്യം. നിന്ന് മൂത്രമൊഴിക്കൽ രോഗമോ മറ്റു മുതിറുകളോ കാരണങ്ങളോ ഇല്ലാത്തിടത്ത് പൊതുവെ നിയമം കറാഹത്താണ് എന്നാണ്. ഒരു കറാഹത്തിന് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത് അത്ര നല്ലതൊന്നും അല്ല. പക്ഷേ വല്ല രോഗം കാരണമോ മുട്ട് വളയാതിരിക്കുകയോ മുട്ടുവേദനയോ മറ്റോ ഒക്കെ ഉണ്ടാകുമ്പോൾ കാരണങ്ങളെ കൊണ്ട് ഈ ഹുക്മ് നീങ്ങുന്നതും അനുവദനീയമാകുന്നതും ആണ്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബാത്തുത ഖൗമിൻ ഫബാല ഖായിമ എന്ന് ഹദീസിലുണ്ട്. മുദറിന് വേണ്ടിയിട്ട് ചില കാരണങ്ങൾക്ക് വേണ്ടി മാത്രം ഒരവസരം ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം മുദറുകൾക്ക് വേണ്ടിയിട്ട് നിന്നും മൂത്രമൊഴിക്കാം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരവസരം നിന്ന് മൂത്രമൊഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫുഖഹാ പ്രത്യേക രോഗമോ മറ്റു മുദറുകളോ കാരണങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നിന്ന് മൂത്രമൊഴിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കറാഹത്തില്ല എന്നർത്ഥം. അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിർബന്ധിത അവസ്ഥയിൽ സാഹചര്യം ഒരുക്കുന്നത് എങ്കിൽ അത് കുറ്റകരം എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ ഇതൊക്കെ പഴുതുകൾ മാത്രം അന്വേഷിച്ചുകൊണ്ട് ശരിക്കും ഇരിക്കാനും സൗകര്യമുള്ള ആളുകൾ തന്നെ നിന്ന് മൂത്രമൊഴിക്കുന്നുണ്ട്. അത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. തീരെ ഗുണമില്ലാത്ത കാര്യമാണ്. അതോടൊപ്പം തന്നെ നിന്ന് മൂത്രമൊഴിച്ച് ശുദ്ധിയാക്കുക എന്നാൽ നജ്സ് തെറിക്കാനും മറ്റുമൊക്കെ വലിയ കാരണമാണ്. ഇത് വേണ്ടപ്പെട്ടവർ വേണ്ടതുപോലെ ശ്രദ്ധിക്കണം എന്ന് സവിനയം ഉണർത്തുകയാണ്.